ഹായ്, ഞാൻ അനുദീപ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്സ്. ആ ടെക്നിക്സ് സ്മാർട്ടായിട്ട് ശ്രദ്ധിക്കുക. വളരെ സ്മാർട്ടായി നിങ്ങൾക്ക് എക്സാംസിന് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് അല്ലേ. ഇറ്റ് ക്യാൻ കട്ട് ബോത്ത് വേസ്. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി പാടും. സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ പണി കിട്ടും. നല്ലൊരു ജോലി നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക്, റാങ്കിലേക്ക് മാറ്റാൻ പറ്റും നമ്മുടെ മാർക്സിനെ. പൊതുവെ എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി ഞാൻ പറയും ഇതെല്ലാവരും ഇത് ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ മാത്രമേ ചെയ്തേ പറ്റുള്ളൂ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ ഒരു ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് നിർബന്ധം പിടിച്ച് പറയില്ല. നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. പക്ഷേ ഇത് സ്മാർട്ടായി ഉപയോഗിക്കാൻ പറ്റിയ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നല്ല രീതിയിൽ നിങ്ങളുടെ തല വരെ മാറ്റാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഈ പറയുന്ന പോലെ ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം. ഇതിന്റെ ക്ലാസ് നോട്ട്സ് വലുതായിട്ട് ഇല്ല ഇതിന്, അതുകൊണ്ട് തന്നെ ഇത് ക്ലാസ് നോട്ട്സിന് ആവശ്യമില്ല. പക്ഷെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി രാവിലെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റിലൊക്കെ ഞാൻ ഇന്ന് പറയുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. അഫോർഡബിൾ കോഴ്സും ഫ്രീ കണ്ടന്റും ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഡെയിലി രാവിലെ തരുന്ന മോക്ക് ടെസ്റ്റ് കൃത്യമായി അറ്റൻഡ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പൊ അതാണ് അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ ഇനി നമ്മുടെ ടെക്നിക്കിലേക്ക് കടക്കുകയാണ്. ഇത് ഒബ്ജക്റ്റീവ് എക്സാം. ഇതിപ്പോ നിങ്ങൾ UPSC, PSC, SSC ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. സ്മാർട്ടായി കുട്ടികൾ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്ക് തന്നെയാണിത്. അറിയാത്ത ആൾക്കാരിലേക്ക് ഞാൻ എത്തിക്കുന്നേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. പലപ്പോഴും കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ചോദ്യങ്ങൾ അത് 50-50 വരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒന്നാമത്തെ ചോദ്യം, അതിന്റെ ആൻസർ എയോ അല്ലെങ്കിൽ ബിയോ ആകാം. അത് അവർക്കറിയാം. സിയും ഡി അവർ എലിമിനേറ്റ് ചെയ്തു, 50-50ലേക്ക് എത്തി. ചിലപ്പോൾ ഒരു 22ാമത്തെ ചോദ്യം വരുമ്പോഴത്തേക്കും അതിന്റെ ആൻസർ ബിയോ അല്ലെങ്കിൽ ഇഒ ആവാം. ഓക്കെ, 50-50 എലിമിനേറ്റ് ചെയ്തു. മറ്റൊരു ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു 30ാമത്തെ ചോദ്യം എടുക്കാം. അതിനകത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആൻസർ ഈ പറഞ്ഞ പോലെ ബി അല്ലെങ്കിൽ സി ആകാം എന്ന് മനസ്സിലായി. അപ്പോ പിന്നെ 31ാമത് ചോദ്യം എടുക്കുകയാണ്, 31. ഇതിന്റെ ആൻസർ ഒന്നുകിൽ ബി വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ വേറെ ഏതെങ്കിലും വന്നിരിക്കട്ടെ അല്ലേ. എ ബി സി എസ്, ബി അല്ലെങ്കിൽ ഡി വന്നിരിക്കട്ടെ. ബി അല്ലെങ്കിൽ ഡി വരും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വന്നിരിക്കട്ടെ. ഇവിടെ 100% ഉറപ്പായിരിക്കണം. ഒന്നാമത്തെ ആൻസർ എ അല്ലെങ്കിൽ ബി, ഇതിന്റെ ആൻസർ ബി അല്ലെങ്കിൽ ഇ, ഇതിന്റെ ആൻസർ ബി അല്ലെങ്കിൽ സി, ഇതിന്റെ ആൻസർ ബി അല്ലെങ്കിൽ ഡി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും കോമൺ ആയിട്ട് എന്ത് കൊടുക്കാമെന്നറിയോ, ബി എന്നൊരു ആൻസർ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ശരിയാവാനുള്ള പ്രോബബിലിറ്റി എക്സ്ട്രീംലി ഹൈ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. പ്രോബബിലിറ്റി കൂടും. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വന്ന ചോദ്യമാണല്ലോ ഇത്. അതാണ് ഇത് അവസാനത്തെ അടവ്. പൂഴിക്കടവ് എന്ന് ഞാൻ പറയുന്നതുകൊണ്ടാണ്. പൂഴിക്കടവ് എന്ന് ഞാൻ പറയുന്നതുകൊണ്ട് അവസാനത്തെ അടവായിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ. നിങ്ങൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് ടൈം ഉണ്ട്, കുറച്ചും കൂടെ മാർക്ക് കൂട്ടിയാൽ കൊള്ളാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാവൂ. ഇത് ശരിയാവാം ഉള്ള പ്രോബിലിറ്റി വളരെ അധികമാണ്. നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എപ്പോഴും ശരിയാവൂ, എപ്പോഴും ശരിയാവാൻ ഒക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എക്സാംസ് നടത്തുന്നതിന് പ്രസക്തി ഇല്ലല്ലോ. പക്ഷെ നിങ്ങളിത് ഒന്ന് സ്വന്തം ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മാജിക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനം ഒരു 10 ചോദ്യങ്ങളിനകത്തൊക്കെ വരെ മാക്സിമം നമുക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. മാക്സിമം 10 ക്വസ്റ്റ്യൻസിനകത്തൊക്കെ വരെ മാത്രമേ ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് 50-50 വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി ചാൻസ് അവിടെ എടുക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സാമ്പിൾ എടുത്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ, അപ്പം 2 എണ്ണം എലിമിനേറ്റ് ചെയ്തതിന്റെ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തണമെന്ന് മനസ്സിലായി. ചില ചോദ്യത്തിനകത്ത് 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ഓപ്ഷൻ മാത്രം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിരിക്കട്ടെ. ഉദാഹരണം 5ാമത്തെ ചോദ്യത്തിനകത്ത് നിങ്ങൾക്കറിയാം, ഇതിനകത്ത് എ ഉത്തരമാവില്ല 100%. നിങ്ങൾക്ക് അറിയാം അതിന്റെ ആൻസർ ബിയോ സിയോ ഡിയോ മാത്രമേ ഉള്ളൂ. എ ആൻസർ വരില്ല നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെന്നിരിക്കട്ടെ. ഒരു 11ാമത്തെ ചോദ്യം എടുത്തപ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തായാലും ബി ആൻസർ വരില്ല 100%. ഇത് തോന്നലോ ലോജിക്കോ പോരാ, ഇത് 100% ഉറപ്പ് വേണം ബി ആൻസർ വരില്ല എന്നുള്ളത്. പിന്നീട് ഒരു 26ാമത്തെ ചോദ്യം എടുത്തപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അറിയാം സി അതിനകത്ത് ഒരിക്കലും ആൻസർ വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. സി വരില്ല എന്നുള്ള കാര്യം. ബാക്കി 3 ഓപ്ഷനകത്ത് എയോ ബിയോ ഡിയോ ആയിരിക്കും ആൻസർ എന്നുള്ളത് ഉറപ്പാണ് ഇതിന്റെ കാര്യത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ 3ന് കോമൺ ആയിട്ട് എന്ത് ചൂസ് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡി എന്നൊരു ഉത്തരം ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒന്നില്ലെങ്കിലും ഡി കറക്റ്റ് ആവാനുള്ള ചാൻസ് എക്സ്ട്രീംലി ഹൈ ആണ്. അപ്പോൾ അഗ്രിഗേറ്റ് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടും. ഈ 2 ടെക്നിക്കും നിങ്ങൾക്ക് സ്മാർട്ടായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കാര്യം പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, 1 മാർക്കിന്റെ ഡിഫറൻസിലായിരിക്കും ചിലപ്പോൾ റാങ്ക്.
1ൽ നിന്നും 100ലേക്കൊക്കെ താഴ്ന്നു പോകുന്നത്. അപ്പോൾ ഓരോ മാർക്കിനും വേണ്ടിയുള്ള ഫൈറ്റ് ആണ് നമ്മൾ നടത്തേണ്ടത്. ഫൈറ്റിന് ഇറങ്ങുമ്പോൾ ചുമ്മാ ഇറങ്ങിയാൽ പോരാ, പരിശീലനം നേടിയിട്ട് ഇറങ്ങണം. PSCയുടെ UPSCയുടെ അല്ലെങ്കിൽ SSCയുടെ ഒക്കെ മുൻകാല വർഷ ചോദ്യ പേപ്പറുകൾ വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കി നല്ല എഫക്റ്റീവ് ആയിട്ട് ടൈം മാനേജ്മെന്റ് നടത്താൻ ഉറപ്പുവരുന്നതിന് ശേഷം മാത്രം ഇത് റിയൽ എക്സാമിന് ഉപയോഗിക്കാം. ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. എനിക്കിത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഹയർ ലെവൽ ടെക്നിക്കാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഹയർ ലെവൽ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഓണം ഓഫേഴ്സ് ഇപ്പോൾ റൺ ചെയ്യാണ് കേട്ടോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് അല്ലെങ്കിൽ ലോങ് ടൈം ബാച്ചിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ ബാച്ചിന്റെ ഒക്കെ ഓണം ഓഫേഴ്സ് റൺ ചെയ്യാണ്. അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് ഈ ബാച്ച് ഇപ്പോൾ സ്വന്തമാക്കാം. ആ ബാച്ചിൽ ഇത്തരത്തിലുള്ള ടെക്നിക്കുകളുടെ തീവ്രമായ പരിശീലനം ഉണ്ടായിരിക്കും. അതിനോടൊപ്പം എന്തുണ്ടായിരിക്കും? സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് ക്ലാസ്സസ്, ആഴത്തിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നതാണ്. ഓരോ ടോപ്പിക്കും അരച്ച് കലക്കി പഠിപ്പിക്കും, രസകരമായിട്ട് തന്നെ പഠിപ്പിക്കും. വെറുതെ കാണാപ്പാടം പഠിപ്പിക്കുകയല്ലേ എന്നൊരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി എക്സാമിന് എങ്ങനെ അത് അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു വിടും. സോ കൂടുതൽ ഡീറ്റെയിൽസിന് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. മെന്റേഴ്സ് കൃത്യമായിട്ടുള്ള മറുപടി തരും. ലിമിറ്റഡ് ടൈം ഓഫറാണ്. ഇപ്പോൾ ലോങ് ടൈം ബാച്ചുകൾ എടുക്കുന്ന ആൾക്കാർക്ക് 10th + 2 പരീക്ഷകൾക്കുള്ള ജനറൽ PSC ബാച്ച് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടും. അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 50 പേർക്ക് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കും. സോ ഇത്തരത്തിലുള്ള കൂടുതൽ ടെക്നിക്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് പുഷ് ദ കോമ്പറ്റീഷൻ.